ഇത് വലുതാണല്ലേ, എന്നാൽ അത് യൂസ് ചെയ്യും. ആ ഇത് കുഴപ്പമില്ല. ഹലോ, അടുത്ത എപ്പിസോഡിലോട്ട് കിടക്കാം നമുക്ക്. ഫുഡ് ആൻഡ് ടോക്കിൻ്റെ അടുത്ത എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മളിവിടെ ഇപ്പോൾ വാസ്കോഡ ഗാമയുടെ ഒരു ചർച്ചില്ലേ, അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. അങ്ങനെയല്ലേ, ചിരിക്കല്ലേ എനിക്ക് പോണം. ഓടിക്കോ ജമിനിക്കുട്ടാ. സാന്റാക്രൂസ് കത്തീഡ്രൽ ബസിലിക്ക അങ്ങനെ പറയല്ലേ. അതെ ജമിനിക്കുട്ടാ, അത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാനിപ്പോൾ ഉണ്ടല്ലോ വാസ്കോഡ ഗാമനെ അടക്കിയിട്ടുള്ള ചർച്ചില്ലേ, അങ്ങനത്തെ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിലുണ്ട്. അല്ല, അതിനുശേഷം പുള്ളിനെ വേറെ എവിടെയെങ്കിലും അടക്കം ചെയ്തോ? ആദ്യം എന്ന് പറഞ്ഞല്ലോ, വേറെ എവിടെയെങ്കിലും അടക്കം ചെയ്തോ? ക്ഷമിക്കണം, വാസ്കോഡ ഗാമയുടെ മൃതദേഹം ഇവിടെ അടക്കം ചെയ്തതിനു ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. വാസ്കോഡ ഗാമ ജനിച്ചത് പോർച്ചുഗലിലെ സൈനസ് എന്ന സ്ഥലത്താണ്. അദ്ദേഹം പിന്നീട് പറഞ്ഞു ഞാൻ വെറുതെ ഒരു ഇതിട്ട സൗണ്ട് ഇട്ട പറഞ്ഞു. അദ്ദേഹം പിന്നീട് പോർച്ചുഗലിലെ ലിസ്ബണിൽ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീടിനെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം ചെലവഴിച്ചത് ലിസ്ബണിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് ജെറോണിമോസ് മൊണാസ്ട്രിയിലാണ്. ജെറോണിമോസ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത് പോർച്ചുഗലിലെ ലിസ്ബണിലെ ബെലേം എന്ന സ്ഥലത്താണ്. അതൊരു മനോഹരമായ പ്രദേശം. അല്ല, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ പറയണത് നിങ്ങൾ പോർച്ചുഗലിലാണ് ഇത് അടക്കം ചെയ്തേക്കണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ പള്ളി എന്തുവാ, എന്താ സംഭവം, ഇതെന്തിനുള്ളതാ അതൊന്ന് പറഞ്ഞത്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സെയിന്റ് ഫ്രാൻസിസ് ചർച്ച് ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ ചർച്ചുകളിൽ ഒന്നാണ്. 1503 പോർച്ചുഗീസ് പര്യവേക്ഷകരാണ് ഇത് നിർമ്മിച്ചത്. വാസ്കോഡ ഗാമയെ ആദ്യം അടക്കം ചെയ്തതും ഈ ചർച്ചിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ത്യയിലെ കൊളോണിയൽ ചരിത്രത്തിന്റെ എന്റെ പൊന്ന് ജമിനി, ഞാൻ ചോദിക്കണത് മനസ്സിലാവണില്ല. അപ്പൊ ഇവിടെ ഒന്നുമില്ലേ? ഒരു സെക്കൻഡ് ജമിനി, ഒരു മിനിറ്റ്. എന്റെ കൂട്ടുകാരൻ ഫോൺ വിളിക്കണ്ട, ഒരു മിനിറ്റ്, ഞാനിപ്പോ വിളിക്കാട്ടോ. ഹബീബി, ഞങ്ങളുണ്ടല്ലോ വിശക്കണുണ്ട്, ഫുഡ് കഴിക്കാൻ പോണാണ്. നിനക്ക് എവിടെ സ്ഥലം അറിയാവുന്നത്? അങ്ങോട്ട് പോ. ഇതില്ലേ, ഒരു മിനിറ്റ്. ഇത് എൻ്റെ കൂട്ടുകാരനാണ്, രജീഷ്. ഇവന് ഇവിടെ എല്ലാ സ്ഥലവും അറിയാം. അതെ. അപ്പോ ഇവൻ പറയണ ഒരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലാനാണ്. അങ്ങനെയൊന്നുമില്ലടാ, വിശക്കണുണ്ട് നന്നായിട്ട്, നമുക്ക് എന്തെങ്കിലും അടിക്കാം. പേസാതടാ പൊറുക്കി. നീ അത് വിട്, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പരിപാടി പറയും. സമയം ആയിക്കോട്ടെ, 4 മണിയായോ? എന്തെങ്കിലും ചട്ടി പിടിക്കാൻ പറ്റും. എന്തെങ്കിലും സ്ഥലത്ത് പോ, വിശക്കണുണ്ട്. ഗൈസ്, ഇവിടെ ഇതാണ് ബിഗ് ബിയിലത്തെ ബിലാലിന്റെ വീട്. ഇതുണ്ടാ, ഇവിടെയാണ് കുറെ ആൾക്കാരെ വെടി വെച്ചിട്ടത്. സീന് അയ്യോ, വെറും സീന്. അപ്പോൾ ഗൈസ്, ഫുഡ് കഴിക്കാനുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുന്നതാണ്. ബഡി, ഞങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. ഇവൻ എന്തൊക്കെയോ ഐഡിയ ഉണ്ട് രജീഷിന്. ഞാൻ കാണിച്ച റെസ്റ്റോറന്റ് ഞാൻ കാണിച്ചു, നല്ല റെസ്റ്റോറന്റ്, ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറന്റ് ഒക്കെ ഇതൊക്കെ. ഇവൻ പക്ക കൊച്ചിക്കാരനാണ്. ഇവൻ അറിയാൻ പാടില്ലാത്ത ഒരു സ്ഥലമില്ല. പക്ഷെ ഇവൻ മെയിനായിട്ട് വെറൈറ്റി മാത്രം പിടിക്കുള്ളൂ. അതാണ് ഇവന്റെ ഒരു പ്രശ്നം. വെറൈറ്റി. ഇവൻ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ, ഇവൻ ഒരു പ്രാവശ്യം ബാംഗ്ലൂർ പോയിട്ട്, ഈ സാധനമാണിത്, അല്ല ഈ സാധനം. ഇവൻ ആക്ച്വലി ഒരു പ്രാവശ്യം ബാംഗ്ലൂർ പോയിട്ട് ഒരു റെസ്റ്റോറൻ്റ് അല്ല, മാളിൽ പോയ മാളിൽ പോയിട്ടുണ്ടല്ലോ, ഒരു വെറൈറ്റി പിടിക്കാനായിട്ട് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് എന്നാണ്ടും പിടിച്ചു. ഇത് ഞങ്ങൾ കൂടുതൽ കഴിച്ചു, പക്ഷെ ഇവൻ അതിന്റെ പകുതി പോലും കഴിച്ചില്ല. അതായിരുന്നു വിറ്റ്. ഇതാണ് ഇവിടെ ഉള്ള ഒരു നല്ല റെസ്റ്റോറൻറ്റ്. പുറത്തുള്ളവരൊക്കെ വന്ന് നമുക്കൊന്ന് കയറി നോക്കാനേ. കിടന്ന റെസ്റ്റോറൻറ്റ് ആക്ച്വലി. ഓക്കെ ഹബീബി, ഇതാണ് റെസ്റ്റോറൻറ്റ്.
Canvas. Okay. അങ്ങനത്തെ പരിപാടി. നമ്മളിപ്പോൾ ക്യാൻവാസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത്. ഫുഡ് കഴിക്കാൻ വന്നത്. എൻ്റെ കൂടെ 3 പേരുണ്ട്. ഞങ്ങൾ ടോട്ടൽ 4 പേരുണ്ട്. ശ്യാം, രജീഷ്, പിന്നെ സാമാണ് ക്യാമറമാൻ. എന്ത് ഓർഡർ ചെയ്യണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇവിടെ ആരും വന്നിട്ടില്ല. ഒന്ന് ഇപ്പോൾ വരുമോ? ഓക്കെ. എക്സ്ക്യൂസ്. ഹലോ ബ്രോയ്. ഹായ്. മെനു വരാം. എന്നാലും മേടിച്ചേക്കല്ലേ, നമുക്ക് വീഡിയോയിൽ കാണിക്കാമല്ലോ. ഓക്കെ, താങ്ക് യു ബഡി. നിനക്ക് ഇതിനെക്കുറിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് പറയും, ഏതാണ് ബെറ്റർ? ഇവിടുത്തെ സ്റ്റീക്ക് സീബാസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ലസാനി അടിപൊളിയാണ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ സ്റ്റീക്കും സീബാസൊക്കെ നല്ലത്. സ്റ്റീക്കാണോ ഇവിടുത്തെ സ്പെഷ്യൽ? ആണോ? എന്താ ഇവിടുത്തെ സ്റ്റീക്കിൽ ഏതാ ബെറ്റർ അത് പറ. ബീഫ് സ്റ്റീക്കാണോ ബെറ്റർ? എന്നാ അത് നോക്കിയാലോ. സീബാസ് അടിപൊളിയാണ്. സീബാസ് എന്താ സംഭവം? സീബാസ് ഫിഷ് അടിപൊളിയാണ്. പിന്നെ എന്താണ് അതിൻ്റെ ഇതെന്താ സംഭവം? എങ്ങനെയാണ് അത് കുക്ക് ചെയ്യുക? കുക്ക് ചെയ്യണം എനിക്കറിയില്ല. ഷെഫ് എനിക്ക് പരിചയമുണ്ട്. ഷെഫ് ഇവിടെ ഇല്ല. സീബാസ് അല്ല എനിക്ക് പിസ്സ പറഞ്ഞാൽ അധികം കഴിക്കാം. പിന്നെ അങ്ങനത്തെ മതിയെങ്കിൽ അങ്ങനെ ലസാനിയ നല്ലതാ. ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസ് ആണുള്ളൂ, അല്ലാതെ മറ്റേ റൈസ് ഐറ്റംസ് ഒന്നും ഇല്ല അല്ലേ? ഇല്ല, ഇത് ഇങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റംസ്. ഇറ്റാലിയൻ ആണോ? ഓക്കെ ഓക്കെ. എന്തായാലും എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വിട്ടോ, പറ. നിന്റെ അഭിപ്രായത്തിൽ എന്താ, പിസ്സ ആണോ അല്ലെങ്കിൽ സ്റ്റീക്ക് ആണോ? എന്താ? എനിക്കിതെല്ലാം ഇഷ്ടമാണ്. ഇവിടുത്തെ എല്ലാം ഇഷ്ടമാണ്. അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാ. നമുക്കിപ്പോൾ അതല്ല, നിനക്ക് ഇപ്പോൾ കഴിക്കാൻ എന്താ മൂഡ് അത് പറ. ഒരു പിസ്സ പറയാം. ഇത്ര പേരില്ല. ഒരു പിസ്സ പറഞ്ഞു. ഒരു പിസ്സ മാൻസോ പിസ്സ. ബീഫാണ് നല്ല പിസ്സ. അടിപൊളി. പിന്നെ പിന്നെന്താ പറയാ, പാസ്റ്റ സ്റ്റീക്ക് ഒരെണ്ണം പറഞ്ഞു. സ്റ്റേക്ക് ഒരെണ്ണം പറയാലോ. ഒരു ബീഫ് സ്റ്റീക്ക്. മീഡിയം മാഷ് പൊട്ടേറ്റോ അല്ലേ? പിന്നെ കുടിക്കാൻ എന്തെങ്കിലും പറയണോ? അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ട് ഇവിടെ? ഫ്രഷ് ജ്യൂസിൽ ഇപ്പോൾ വാട്ടർമെലനും പൈനാപ്പിൾ ഉണ്ട്. പിന്നെ ലെമൺ ബേസ്ഡ് ജാറാണ്. ഏതാണ്? ബിയറൊന്നുമില്ല? ഒരു പൈനാപ്പിൾ ഹാഫ്. ആയിക്കോട്ടെ. ബിയർ ഇല്ലാത്തതുകൊണ്ട് വേറെ എന്തൊക്കെ ഓർഡർ ചെയ്തത് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. എൻ്റെ കൂട്ടുകാരനാണ് കംപ്ലീറ്റ് ഓർഡർ ചെയ്തത്. നീ പറയടാ. ഇവിടെ ഉള്ളതിൽ നല്ല സാധനം എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിസ്സ, ലസാനി, പിന്നെ സ്റ്റേക്ക്, പിന്നെന്തോ എന്താ ഡ്രിങ്ക്, എന്തോ ഒരു ഡ്രിങ്ക് ഒക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. ഇത് വരട്ടെ, വരുമ്പോൾ അത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും കാണിക്കും. ഓക്കെ, ഇത് വരുമ്പോഴാണ് എനിക്ക് അറിയാൻ പാടുള്ളൂ. ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ ഫസ്റ്റ് ടൈമാണ്. ഇവൻ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവൻ സ്ഥിരം വരുന്ന സ്ഥലമാണ്. ഇവനാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആക്ച്വലി. എന്തായാലും വരട്ടെ, കഴിച്ചു നോക്കിയിട്ട് ഡീൽ ചെയ്യാം. ഓക്കെ. ആ guys. സ്റ്റീക്ക് വന്നിട്ടുണ്ട്. സ്റ്റീക്ക് കഴിച്ചു നോക്കാം. അടിപൊളി. സ്റ്റേക്ക് അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് കുക്ക്ഡാണ്. പിന്നെ ഓവർ കുക്ക്ഡല്ല, എന്നാലും മീഡിയമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ലസാനിയ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ സംഭവം എന്നറിയത്തില്ല, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നല്ല ചീസാണ് കേട്ടോ.
എന്താ ഐറ്റം എന്ന് അറിയാൻ പാടില്ല, ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതെന്തത്? ഇത് ബീഫ് ഐറ്റം ആണോ? ബീഫ് ലസാനി. ഓ ഇത് വരണില്ലല്ലോ. അടിപൊളി. ചീസിൻ്റെ ടേസ്റ്റാണ് കയറിയിരിക്കണം. ബീഫും അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് ഇതായിട്ടുണ്ട്, കുക്ക്ഡ് ആയിട്ടുണ്ട്. ഓവർ മസാല ഒന്നുമില്ല, അടിപൊളി ഐറ്റം. ഇത് ഇറ്റാലിയൻ ആണോ? ആ അതാണ്. ഇത് എനിക്കറിയത്തില്ലല്ലോ. ആ ശരിയാണ്, നല്ല രസമുണ്ട്. ശരിക്കും ഇത്ര മസാലയൊക്കെ മതി അല്ലേ? ആ ഇത് തന്നെ ധാരാളം, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. മെയിനായിട്ട് പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീസാണ് ഹയറായിട്ട് നിൽക്കണം. അകത്ത് നല്ല ക്രിസ്പിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അറിയത്തില്ല നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. പേര് ഞാൻ മറന്നുപോയി. ലസാനി, ബീഫ് ലസാനി, അടിപൊളി ഐറ്റം. അടിപൊളി. ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞു. Cheers.